ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജീരക കഞ്ഞിയാണ്. ഇത് ഒരു നോമ്പുതുറ വിഭവമാണ്. ഇത് വളരെ ഹെൽത്തി ആയ ഒരു കഞ്ഞിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പച്ചരിയോ ബിരിയാണി റൈസോ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ആശാളി, ഉലുവ, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അരി നമുക്ക് ഈ പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഞാനൊരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ആശാളി, ഉലുവ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി, വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് കുക്ക് ചെയ്യാൻ വെക്കണം. പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതൊരു 3-4 വെണ്ണ വരെ നമ്മൾ വേവിക്കണം. ഇനി കഞ്ഞിക്കായിട്ടൊരു അരപ്പുണ്ടാക്കണം നമുക്ക്. അതിന് ഇവിടെ ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, ഒരു നുള്ളു മല്ലിപ്പൊടി, ആവശ്യത്തിന് വെള്ളം. ഇതെല്ലാം കൂടി നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ അരച്ച് അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 വിസിൽ കഴിഞ്ഞ് കുക്കർ ഓഫ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അത് തണുത്ത് കഴിയുമ്പോൾ ഇനി അത് തുറന്നിട്ട് ഇത് നമുക്ക് അതിലേക്ക് ചേർക്കണം. കുക്കർ ഓഫ് ചെയ്തിട്ട് കുറേ സമയം കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അരി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഉടച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഇത്തിരി കുറവുണ്ട്, കുറച്ച് കൂടി ചേർത്ത് കൊടുക്കും. കഞ്ഞി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചൂടാക്കിയിട്ട് ഉള്ളി മൂപ്പിച്ചൊഴിക്കണം. ഇത് നെയ്യ് ഇത് അവസാനം ഈ കഞ്ഞിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാനുള്ളതാണ്. ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമുക്ക് മൂപ്പിക്കാം. നന്നായിട്ട് ചുവന്ന് വരുമ്പോഴത്തേക്ക് ഈ കഞ്ഞിയുടെ പുറത്തേക്ക് നമുക്ക് ഇട്ടു. ഇപ്പം ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് കഞ്ഞിയിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജീരകക്കഞ്ഞി റെഡി ആയി കഴിഞ്ഞ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും.